ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമുക്കിന്നൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇന്ന് എല്ലാവർക്കും എന്താണ് സ്പെഷ്യൽ എന്നൊന്ന് പറയണേ. അപ്പം നമുക്ക് ചിക്കൻ കറിക്ക് ആവശ്യമായ സാധനങ്ങൾ: ചിക്കൻ നന്നായിട്ട് വൃത്തിയായി കഴുകിയ ശേഷം അതിനകത്തോട്ട് ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ മുളക് പൊടി ഇട്ട് നന്നായിട്ട് മസാജ് ചെയ്ത് കുറച്ച് നേരം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളിക്ക് എല്ലാം നമുക്ക് അരിഞ്ഞെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളിയും പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഓയിൽ ചൂടാക്കിയ ശേഷം അതിനകത്തോട്ട് മസാലാസ് ഇട്ട് കൊടുക്കുക. മസാലാസ് ഇട്ട ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്ന ശേഷം മാത്രം നമുക്ക് ഇതിനകത്ത് കൂടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അല്ലെന്നുണ്ടെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ നല്ല ബ്രൗൺ കളർ വന്ന ശേഷം മാത്രമേ നമ്മൾ പൊടി ചേർക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ചിക്കനിൽ ഒരു അത്ര ടേസ്റ്റ് വരത്തില്ല. ഞാൻ എപ്പോഴും ഇങ്ങനെ ബ്രൗൺ കളറായ ശേഷമാണ്. അപ്പോൾ ഈ നന്നായിട്ട് ഫ്രൈ ചെയ്ത ഓണിയൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടീസും എല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തു. അതുപോലെ ചിക്കൻ മസാലയും ഞാൻ ഇട്ടിട്ടുണ്ട്. ചിക്കൻ മസാല ഇടുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അധികമൊന്നും എടുത്തില്ല, ഒരു ചെറിയൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമേ ഞാൻ എടുത്തുള്ളൂ. അപ്പം അതും കൂടി ഇട്ട ശേഷം ഈ സമയത്ത് നമുക്ക് ഈ അരപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് ആ എണ്ണയിലിട്ട് വറുത്തെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് ആവശ്യമായിട്ടുള്ള അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിക്ക് നമുക്ക് ഇതിനകത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. തക്കാളിക്ക് ഇട്ട് ഈ അരപ്പൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കുക, മൂടി വെച്ച് വേവിച്ചെടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തക്കാളിയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതൊന്ന് ഇതിനകത്ത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക, മൂടി വെച്ച് വേവിക്കുക. മൂടി വെച്ച് വേവിച്ച ശേഷം മാത്രമേ നമ്മളിതിനകത്ത് ചിക്കൻ ചേർക്കാവൂ, അല്ലെന്നുണ്ടെങ്കിൽ തക്കാളിക്ക് വേഗില്ല. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഞാൻ ഇതിനകത്തൊരു സൂത്രപ്പണി ചെയ്യും. എൻ്റെ സൂത്രപ്പണിയാണ്. അതായത് ഈ ഗ്രേവി, നമ്മളെ വീട്ടിൽ എല്ലാവർക്കും ഗ്രേവി വേണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതിനകത്ത് കുറച്ച് അരപ്പെടുത്ത് മിക്സിക്കകത്ത് നന്നായിട്ട് അരച്ചെടുക്കും. എന്നിട്ട് അതും കൂടി ചേർക്കും. അതും കൂടി ചേർത്തിട്ട് നമുക്ക് ചിക്കനിൽ നമ്മൾ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഗ്രേവി ഇതിനകത്ത് തന്നെ കിട്ടും. പിന്നെ കുറച്ച് നേരം കണ്ടു നന്നായിട്ട് ഞാൻ ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടി വെച്ച് വേവിക്കാം. മൂടി വെച്ച് വേവിക്കുമ്പോൾ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ആവശ്യമായിട്ടുള്ളതെല്ലാം ഇട്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.